ഹായ്, ഇന്ന് നമുക്ക് അവലേസുണ്ട ഉണ്ടാക്കാം. അവലേസുണ്ട കഴിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്തുള്ളവർക്കൊക്കെ അറിയാം. ഇപ്പോഴെല്ലാവരും അരിയുണ്ടയല്ലേ കഴിക്കുന്നത്. ഞാൻ 1 കിലോ അരിയും 1 തേങ്ങയും എടുത്തിരിക്കുന്നത്. അത് ജീരകവും തേങ്ങയും കറിവേപ്പിലയും കൂടെ പച്ചരി പൊടിച്ചതിനകത്തോട്ട് ഇട്ട് 2 കൈ കൊണ്ടും ആ തേങ്ങയുടെ നനവ് കൊണ്ട് ലേശം ഉപ്പ് ഒഴിക്കണേ. ഉപ്പ് ഒഴിച്ചിട്ട് 2 കൈ കൊണ്ടും ആ തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ അത് നനച്ചെടുക്കണം. നനച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് പിന്നെ നല്ലതുപോലെ ഇളക്കി മാവ് മൂപ്പിച്ച് അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ, ഇതിൽ കാണിച്ചിരിക്കുന്ന നിറം ആകുന്നിടം വരെ ഇങ്ങനെ അത് മൂപ്പിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ശർക്കര അരിച്ച് നമ്മൾ പാത്രത്തിനകത്തോട്ട് വെച്ച് ഒഴിച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഇത് ഇളക്കി അതിൻ്റെ കൂടെ ഇത് ഏലക്ക പൊടിച്ചതാണിത്. ഏലക്കയും പഞ്ചാരയും കൂടെ ചേർത്ത് പൊടിച്ചതും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ 2 വിരലിലും ഇങ്ങനെ ഒട്ടരുത്, അല്ലാത്തൊരു പരുവുണ്ട്. ഒട്ടിപ്പോയാൽ പിന്നെ ഇത് എല്ലാം കൊണ്ട് പൊട്ടിക്കാൻ വലിയ പാടാണ്. ആ ഒരു പരുവാകുമ്പോൾ ഇറക്കി വെച്ചിട്ട് ചൂടോടെ അതിനകത്തോട്ട് ഈ മാവെല്ലാം ശർക്കരയും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഓരോ ഉരുളകളാക്കി മുറത്തിലോട്ട് എടുത്തിട്ട് ഇതുപോലെ ഇട്ടാൽ നല്ല അരിയുണ്ടയാണ്.